ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇൻഡസ് വാലി എന്നുള്ള ബ്രാൻഡ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിന് 2 ടൈപ്പ് ഓഫ് കുക്ക് വെയർസാണ് കേട്ടോ വരുന്നത്. ഒന്ന് ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്ക് വെയറും പിന്നൊന്ന് പ്രീമിയം കാസ്റ്റ് അയൺ കുക്ക് വെയറും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കാസ്റ്റ് അയൺ തവയാണ്. അടിപൊളി പാക്കേജിങ്ങിലാണ് കേട്ടോ വന്നത്. ബബിൾ റാപ്പും അതിൻ്റെ കൂടെ പിന്നെ ഇതുപോലൊരു കവറും ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ എല്ലാ പ്രോഡക്റ്റ്സും 100% നാച്ചുറലാണ്, അതുപോലെ തന്നെ ടോക്സിൻ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ദോശ, റൊട്ടി, ഊത്തപ്പം, ഓംലെറ്റ് ഇതെല്ലാം കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കെമിക്കൽ കോട്ടിംഗ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ഫിനിഷിംഗ് ആണുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1499 റുപ്പീസാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഇൻഡസ് വാലിയുടെ സ്പാച്ചിലയും ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നോൺ സ്റ്റിക്ക് തവ പോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ നമുക്കിത് ഒരുപാട് കാലം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ദോശ ഒന്ന് ചുട്ട് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ ഒരു ഓണിയൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് കാസ്റ്റ് അയൺ തവാസിനൊക്കെ നല്ലതാണ്. അതിനുശേഷം എക്സസ് ആയിട്ട് വരുന്ന ഓയിലൊന്ന് ജസ്റ്റ് തുടച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഇതുപോലെ ഒന്ന് വെള്ളം തെളിച്ച് കൊടുക്കുന്നുണ്ട്. ടെമ്പറേച്ചർ ഒന്ന് കൺട്രോൾഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ദോശയാണ് കേട്ടോ ഈ ഒരു തവയിൽ. അപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഇതിലുണ്ടാക്കി നോക്കിയപ്പോൾ തന്നെ. അപ്പോൾ നന്നായി ചുടാനും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ എടുത്തു വെക്കണം എന്നുള്ളത് കൂടെ പറഞ്ഞു തരാം. യൂസ് ചെയ്തതിന് ശേഷം കഴുകി അപ്പം തന്നെ ഒരു ഡ്രൈ ക്ലോത്ത് വെച്ച് തുടച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വെള്ളത്തോടെ വെച്ച് അത് ഉണങ്ങുന്ന സമയത്താണ് തുരുമ്പ് വരാനുള്ള ചാൻസ് കൂടുതൽ കേട്ടോ. അതുകൊണ്ട് അപ്പം തന്നെ ഒരു ഡ്രൈ ക്ലോത്ത് വെച്ച് തുടച്ച് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ പുരട്ടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് വരില്ല കേട്ടോ. ഇതിൽ പെട്ടെന്ന് തന്നെ കുക്കാവുന്നുണ്ട്, കുറേ നേരം ചൂട് നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈവനായിട്ട് ഹീറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടെ തന്നെ താഴെ കൊടുത്തിട്ടുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ 12% കൂടെ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണാം.